അഗ്നിപർവ്വതം പുകഞ്ഞു നിർമ്മാണം. ഒരു മരണം കാത്തു കിടക്കുന്ന ഒരു തടവുകാരന്റെ അതെനിക്ക് തോന്നുന്നത് തകഴിയുടെ നോവലാണ്. തകഴി പറഞ്ഞത്രേ 3.5 വർഷം ഞാൻ ചെല്ലപ്പൻ എന്നോട് കഥാപാത്രത്തിന്റെ പേര് 3.5 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ കഥാപാത്രത്തിന് മാനസികമായ വേദന ഈ ഒറ്റ വരിയിൽ കുട്ടൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ ഒറ്റ വരിയിൽ കുട്ടൻ അത് ശരിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രവാചകന്മാരെ പറയും പ്രഭാതം അകലെയാണ്. വരികളെ കുറിച്ച് എത്രത്തോളം തത്വചിന്ത. തങ്ക താഴികക്കുടമല്ല, ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വചിന്താപരമായ കുറച്ച് പാട്ടുകളാണ്. ഇദ്ദേഹത്തിന് വലിയൊരു ശാസ്ത്രബോധമുണ്ടായിരുന്നു. പല പാട്ടുകളിലും വയലാറിന്റെ ശാസ്ത്രബോധം തികച്ചു നിൽക്കുന്നു. ഇതിനകത്ത് നമ്മളിത് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? തങ്ക താഴികക്കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂഖമല്ല, തങ്ക താഴികക്കുടമല്ല. വല്ലതും മനസ്സിലായോ ഇത്? അതായത് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന തീരത്തെ കുറിച്ച് പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഇമേജറികളൊന്നായ ചന്ദ്രനെയും നിലാവിനെയും കുറിച്ച്, ചന്ദ്രനും നിലാവൊക്കെയാണല്ലോ ഇണചേർന്നിരിക്കുന്ന ഒരുപാട് വരികൾ അദ്ദേഹത്തിനുണ്ട്. ഈ ചന്ദ്രൻ വെറും ഒരു ഗോളമാണ് എന്ന് പറയുന്ന വരികളാണ്. ഇനി ഒന്ന് കേട്ടു നോക്കൂ. തങ്ക താഴിക, നമ്മൾ തങ്കത്താഴിക കുടം, ഈ സ്ത്രീകളെ നമ്മൾ വന്ദിക്കുന്ന കവികൾ വന്ദിക്കുന്നത് ചന്ദ്രബിംബം. അപ്പം അത്രയ്ക്ക് മനോഹരം എന്നുള്ള സങ്കല്പമാണ്. അദ്ദേഹം പറഞ്ഞത് തങ്ക താഴിക കുടമല്ല, ഇത് താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ കവികൾ പുകഴ്ത്തുന്ന പോലെയുള്ള ഒന്നുമല്ല, ഇത് വെറും ഒരു ഗോളമാണ്. അദ്ദേഹത്തിന്റെ ഏതൊരു ഒരു കവിതയിൽ പറയുന്നുണ്ട്, ആകാശത്തിന്റെ ചക്രവാളത്തിന്റെ സീമയിൽ ഞാൻ 2 കൈകളും കുത്തി നിൽക്കും, എന്നിട്ട് ഈ വിദ്യുത് ഗോളങ്ങളെ ഞാൻ ലൈറ്റ് ഓൺ